ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ചുണ്ടികൾക്കും പല്ലുകൾക്കും ഉള്ള കെയറിംഗ് ആണ്. അപ്പൊ നമ്മുടെ ഈ പല്ലുകൾക്ക് കറ പിടിക്കില്ലേ? ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ കോഫി അധികമായിട്ട് കുടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു കാപ്പി കട്ടൻ കാപ്പി കുടിക്കുന്ന ആളായിരുന്നു. ഇപ്പൊ അത് 3-4 ഒക്കെ ആയപ്പോഴേക്കും പല്ലുകളിൽ കറ വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ ഒട്ടിച്ചാൽ തുടങ്ങി പല്ലുകളുടെ കളറിന് വ്യത്യാസമാണ്. അപ്പൊ എന്റെ പല്ലുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള പല്ലുകളാണ്. അപ്പൊ അതുകൊണ്ടിട്ട് അത് നശിച്ചു പോകാനായിട്ട് നമുക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ഇത് ഞാൻ ചെയ്ത് നോക്കി റിസൾട്ട് കണ്ടപ്പോൾ പിന്നെയാണ് ഞാൻ ഇത് നിങ്ങളെ കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പുകവലിക്കുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്ത് നോക്കാണ്ട് നല്ല വ്യത്യാസം കാണേ. നമ്മുടെ ചുണ്ടൊക്കെ ടാനായിട്ടിരിക്കുന്നു, പിന്നെ ഒരു കറുത്ത പോയിലിരിക്കുന്നു, ഡ്രൈ ആയി കറുത്തൊക്കെ വരണം. അപ്പൊ ആ ഒരു കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കണം. നമുക്കൊരു ലിപ് ബാം ഉണ്ടാക്കാം, പിന്നെ ഒരു പാക്ക് ഉണ്ടാക്കാം ലിപ്പിന്. പിന്നെ പേസ്റ്റ്, നമ്മുടെ ടൂത്ത് പേസ്റ്റ് പോലെ നമുക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെക്കാം. പുകവലിക്കുന്ന ആൾക്കാർക്കും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കാം. അവരുടെ ചുണ്ടിനും ഒക്കെ കളർ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ലേഡീസിന് ജെന്റ്സിന് യൂസ് ചെയ്യാവുന്ന ഒരു റെമഡിയാണ് കേട്ടോ, ചുണ്ടിനും പല്ലിനും. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ, എന്നിട്ട് അഭിപ്രായങ്ങൾ നോക്കണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ആദ്യം പേസ്റ്റ് ഉണ്ടാക്കാം. പേസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളേ: ഉപ്പുപൊടി, മഞ്ഞള്, വെളിച്ചെണ്ണ, പിന്നെ നമ്മൾ യൂസ് ചെയ്യണ ഏതാ ടൂത്ത് പേസ്റ്റ് എന്ന് വെച്ചാൽ ആ പേസ്റ്റ്. ഇത് പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ മഞ്ഞൾ പൊടി നമ്മൾ പൊടിച്ചെടുക്കണത് ഓർഗാനിക് കടയിൽ നിന്ന് മേടിക്കുന്നതല്ലാണ്ട് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് അങ്ങനെയുള്ള മഞ്ഞൾ പൊടിയാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം, പേടിക്കാതെ യൂസ്. ഇതിപ്പോ നമുക്ക് പേസ്റ്റ് പോലെ തന്നെ ബ്രഷിനകത്ത് എടുക്കാൻ പറ്റിയ ആ ഒരു പാകമില്ലേ, ആ പാകം ആയിക്കിട്ട് കണ്ടാ ഇതുപോലെ ആയി. ഇപ്പൊ ഞാൻ അപ്ലൈ കാണിക്കും. അപ്പൊ നമ്മുടെ പേസ്റ്റിൽ ഇത് ബ്രഷ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോ ഇതുപോലെ കിട്ടും, ലൂസായി പോവാണ്ട് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ബ്രഷ് ചെയ്യാം സാധാരണ പോലെ. അടുത്തത് ലിപ്പിൽ ഇടാൻ പറ്റിയൊരു മാസ്ക് ആണ്. അതിന് വേണ്ട സാധനങ്ങൾ: കുറച്ച് മഞ്ഞൾ പൊടി, നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള പാല് യൂസ് ചെയ്തിട്ട് ഒരു മാസ്ക് ഇടാൻ പറ്റിയ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം. ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രോപ്പ് ആയിട്ട് താഴത്തേക്ക് പോകരുത്, ആ ഒരു കൺസിസ്റ്റൻസി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ലിപ്സിനുള്ള ഒരു പാക്ക് റെഡിയായി. ലിപ് ബാമിന് ആവശ്യമുള്ളത് ക്യാരറ്റും ബീറ്റ്റൂട്ടും ഈക്വൽ എമൗണ്ട് രണ്ടും എടുത്തിട്ട് നമുക്ക് അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ജ്യൂസ് റെഡിയായി, നന്നായിട്ട് അരിച്ചെടുത്തേക്കോണേ. കണ്ട ഒട്ടും അതിനകത്ത് ഒന്നും അതിന്റെ തരികളൊന്നും ഇല്ലാണ്ട് അരിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൺഫ്ലവർ ഒരു 2 പിഞ്ച് അത്രയും മതി. ഇപ്പൊ ഇത് ഇത്രയല്ലേ ഉള്ളൂ ഇപ്പൊ ഈ ജ്യൂസ്. അപ്പൊ അതിനകത്തേക്ക് ഒരു 2 നുള്ള് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം.
ഇത്ര മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. നല്ല വെർജിൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മൾ ഈ തേങ്ങാപ്പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിലും നല്ലതായിരിക്കും. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി എന്താ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് പുറത്തേക്ക് എടുക്കാം. ഇതിന് നമുക്ക് ഏത് കണ്ടെയ്നറുകളിലാണ് നമ്മൾ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്തേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു വെക്കാം. എന്നിട്ട് അത് അവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോഴേക്കും എടുത്തു വെക്കാം. ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറച്ച് ദിവസം വരെ യൂസ് ചെയ്യാം. പിന്നെ അത് തീരുമ്പോൾ അടുത്തത് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഈ ലിപ് ബാം അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. എങ്ങനെ അപ്ലൈ ചെയ്യാം? ഒരു 5 to 7 minutes, 5 minutes തന്നെ വെച്ചാൽ മതി. അല്ലെങ്കിൽ മാക്സിമം 7 minutes അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് മാസ്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഉടനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ തന്നെ അതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ലിപ് ബാം. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കി വെച്ച ലിപ് ബാം ആണ് ഞാനിപ്പോ അപ്ലൈ ചെയ്തേക്കുന്നത്. പക്ഷെ ഇത് ലിപ്സ്റ്റിക് പോലെ നമ്മൾ പുറത്ത് കൊണ്ടുവരുന്ന ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിപ്പിന് നല്ലൊരു കളറിങ് കിട്ടും. നമുക്ക് എപ്പോ വേണമെങ്കിലും അപ്ലൈ ചെയ്യാനുള്ളത്. വേറെ കെമിക്കൽ ഒന്നുമില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇഷ്ടപ്പെട്ടവർക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ തന്നെ മാറും. അങ്ങനെ ആ ഒരു കളറിനോട് ഇരിക്കൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആണുങ്ങൾക്കാണെങ്കിലും വിശ്വസിച്ച് യൂസ് ചെയ്യാം. ലിപ്സ്റ്റിക് ഇട്ട പോലെ ഒന്നും ഇരിക്കൂല. കുറച്ച് നേരത്തേക്ക് അങ്ങനെ ഇരിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാല് സ്കിന്നിന് ആ ഒരു ലിപ്സിന് ആ ഒരു നാച്ചുറൽ ലുക്ക് തന്നെ കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ ലിപ് ബാമും പിന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരും യൂസ് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് കീപ് ഓൺ വാച്ചിങ് കാലിഡോള.